യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. അപ്പൊ നിനക്ക് വിരോധമായിട്ട് എന്തുണ്ട്? ആയുധം ഉണ്ട്, പക്ഷെ നിനക്കത് എന്ത് ചെയ്യത്തില്ല, ഫലിക്കത്തില്ല. അതിന്റെ കാരണം പറയാം. ക്രൂസിൽ ഒരു കാര്യം നടന്നു. എന്തുവാ നടന്നെന്ന് കേട്ടണം. ശത്രു ആയുധം വെച്ച് കീഴടങ്ങി. ഒന്നുകൂടെ പറയാം, അവനെ നിരായുധനാക്കി, ആയുധമില്ലാത്തവനാക്കി മാറ്റി. ഒരാമയും പറയണം. അപ്പൊ അങ്ങനെ ശത്രുവിന്റെ കയ്യിൽ ആയുധമില്ല, പ്രാർത്ഥിക്കുന്ന നിന്റെ കയ്യിൽ ആയുധമുണ്ട്. ഞാൻ ബൈബിൾ വെളിപ്പാടാ പറയുന്നേ. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിട്ടിരിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ മേൽ ദൈവം ആയുധം തന്നിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന്മേൽ ദൈവം. ഓ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരുദ്ധമായി നടക്കുന്ന ചില നിഗൂഢ പദ്ധതികളുടെ മേൽ ഇന്ന് ജയം വേണമെന്ന്. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലാകണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിന്റെ 14 വാക്യം മുതൽ നമ്മൾ വായിക്കണം. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. പ്രവാചകൻ പറയാം, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ ഇളകാൻ പോവല്ല, സ്ഥിരമായി ദൈവത്തിന്റെ നീതിയാൽ നീ നിന്നെ സ്ഥിരമായി നിൽക്കും. തകർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നീ സ്ഥിരമായി നിൽക്കും. അടുത്തത്, നീ പീഡനത്തോടകന്നിരിക്കും. പീഡനം നിന്നോട് അടുത്തു വരത്തില്ല, നീ അതിൽ നിന്ന് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്ത് വരികയില്ല. അത് നിന്നോട് അടുത്ത് വരികയില്ല. എന്ത് ഭീഷണി? അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചോറ, ഭീഷണി അടുത്ത് വരത്തില്ലെന്ന് പറ. കാരണം എന്താ? നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് തൊട്ട് പ്രവചിക്കുക. ജീസസ് ചിലതൊക്കെ നിന്നോട് അകന്നിരിക്കാൻ പോവുക, ചില ദുഷ്ടശക്തികൾ നിന്നിന്ന് അകലാൻ പോവുക, അത് നിന്നോട് അടുത്തു വരികയില്ല. അടുത്ത കേട്ടെ, ഒരുത്തൻ നിന്നോട് 15 വാക്യം, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ചില ദൂത് പറയാം, നിന്നോട് നാളുകൾ കൊണ്ട് കലശൽ കൂടുന്നവൻ എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. ഒരാമേ പറയണം. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. വീഴും. ഈ ദിവസങ്ങളിൽ ചിലതിൻ്റെ വീഴ്ച കാണും. കാരണം നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആയുധം വിടുന്നവൻ ലജ്ജിക്കാൻ പോവാ. എൻ്റെ ദൈവം നിന്നെ അത്ഭുതകരമായി നടത്താൻ പോവാ. ക്രൂശിൽ നടന്ന കാര്യം അവനെ നിരായുധനാക്കി. അടുത്ത കൂടെ നമുക്ക് വായിക്കാം. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനലൂതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. മതി. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഞാൻ വെളിപ്പാടി പറയാം, നിന്റെ കുടുംബത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ക്രൂശിൽ വെച്ച് ശത്രുവിനെ നിരായുധനാക്കി. മൂന്നാമത്തെ കാര്യം, ക്രൂശിൽ അവൻ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി. ഗ്ലോറി ടു ഗോഡ്. അടുത്തിരിക്കുന്ന ആളിന്ന് കൈ കൊടുത്തോടുള്ള ഉടനെ ഒരു ജയം ഉണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറയണം, ഉടനെ ഒരു ജയമുണ്ട്. നിന്നെ നാളുകൾ കൊണ്ട് അലട്ടിയ വിഷയത്തിനകത്ത് നിനക്കൊരു ജയമുണ്ട്. നിന്റെ സന്തതിക്കൊരു ജയം. എനിക്ക് ഇന്നിവിടെ കൂടിയത് അവൻ കരഞ്ഞോണ്ട് പോകാനല്ല, ക്രൂശിൽ ആഘോഷിച്ച ജയം.
ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നേച്ച് വാതിൽ തുറന്നേച്ച് ആദ്യം മനസ്സിൽ പറയണം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും എൻ്റെ വീട്ടിലുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, തടഞ്ഞു വെച്ച വെള്ള ഒഴുക്കിനെ തടഞ്ഞു വെച്ച മതില് പൊട്ടുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ച ചില വൻമതിലുകൾ ഇന്നത്തെ